മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഏറ്റവും അധികം പഴികേൽക്കുന്ന വിഭാഗമാണ് വനപാലകർ. എന്നാൽ അവരുടെ സേവനങ്ങളിൽ പലപ്പോഴും നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം ലോക വനദിനത്തോടനുബന്ധിച്ച് വനപാലകരുടെ ജീവിതം അടുത്തറിയാൻ തിരുവനന്തപുരം പെരിങ്ങമല ഇക്ബാൽ കോളേജിലെ വിദ്യാർത്ഥികളും മറ്റും നടത്തിയ യാത്ര വളരെ കൗതുകമായി. 2 KSRTC ബസ്സുകളിലായി വനത്തിലേക്കൊരു യാത്ര. അതായിരുന്നു പെരിങ്ങമല ഇക്ബാൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ വനദിനത്തിലെ ദൗത്യം. ഉദ്ദേശം വനപാലകരുടെ ജീവിതം അടുത്തറിയുക, ഒരു ദിവസം അവർക്കൊപ്പം സേവനം നടത്തുക. കുട്ടികളുടെ ആവശ്യത്തിനൊപ്പം തിരുവനന്തപുരം വനം ഡിവിഷനിലെ കുളത്തൂപ്പുഴ, പാലോട് എന്നീ റേഞ്ചിലെ ഉദ്യോഗസ്ഥരും ഒപ്പം നിന്നു. അഡീഷണൽ ഡെപ്യൂട്ടി കൺസർവേറ്റർ സൂരജ് ബെൻ IFS വനത്തിനുള്ളിൽ വെച്ച് കുട്ടികൾക്ക് വിശദമായ ക്ലാസ് നൽകി. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മണ്ണിന് ചെറിയ തണുപ്പുണ്ടാവും, മണ്ണിന് ചെറിയ നനവുണ്ടാവും. ഇപ്പോഴും ഈ കൊടിയ വേനൽക്കാലത്ത് പോലും മണ്ണിന് ചെറിയ നനവുണ്ടാവും. ഇതൊക്കെയാണ് ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ലിവിങ് ഫോസിൽസ് എന്നാണ് വിളിക്കുക. ലിവിങ് ഫോസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെഞ്ചുറീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് മില്ലേനിയംസ് ആയിട്ടും ഒരു മാറ്റവും വരാത്ത സാധനങ്ങളെയാണ് നമ്മൾ ലിവിങ് ഫോസിൽസ് എന്ന് വിളിക്കുക. ശാസ്താംനട, മടത്തറ, ഇലവുപാലം വനമേഖലകളിൽ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വനപാലകരെ സഹായിച്ചു. മണ്ണ് ജലസംരക്ഷണത്തിനൊപ്പം ചേർന്നു. കുളങ്ങളും ചെക്ക് ഡാമും നിർമ്മിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രക്രിയയിൽ പങ്കെടുത്തു. അത്യപൂർവ സസ്യമായ ആരോഗ്യപ്പച്ച നട്ടുപിടിപ്പിച്ചു. പോട്ടമാവ് ആദിവാസി ഊരിലെ മനുഷ്യരുമായി നേരിട്ട് സംവദിച്ചു. പരിസ്ഥിതി പുനഃസ്ഥാപന മേഖലകളിലെത്തി വിദേശ സസ്യങ്ങളെ പിഴുതുമാറ്റുന്ന ജോലിയിൽ സഹായിച്ചു. നിത്യഹരിത ജാതി വനച്ചതുപ്പുകളിലും ഉദ്യോഗസ്ഥരുമായി യാത്ര. ഇന്ന് ഞങ്ങൾ അവരുടെ കൂടെ പോയപ്പോൾ മറ്റുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് തോന്നുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മിരിസ്റ്റിക് പാമ്പിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുതന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഇത് കാണാൻ പറ്റുന്നത്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥർക്കും സന്തോഷം. പക്ഷെ അത് ഇത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് കുട്ടികളിൽ ഉണ്ടാക്കുമെന്നുള്ളത് ആ തുടക്കത്തിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇന്നിപ്പോൾ ഈ തീരുന്ന നമ്മുടെ ഈ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു അവസരത്തിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് തോന്നുന്നു. എല്ലാ കുട്ടികൾക്കും നമ്മളൊരു കൺസർവേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴും നമ്മുടെ ഒരു ഫോറസ്റ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ എത്തരത്തിലാണ് നമ്മുടെ ഫീൽഡിൽ ജോലി ചെയ്യുന്നതെന്നും ഇന്ന് കുട്ടികൾക്ക് കണ്ട് ബോധ്യപ്പെടാൻ പറ്റി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. വിമർശിക്കുന്നതിനോടൊപ്പം ചെയ്യുന്ന ജോലികളിൽ അംഗീകാരം കൂടി വനപാലകർ അർഹിക്കുന്നുണ്ട്. ക്യാമറാമാൻ മനീഷ് VS സലിം മാലിക്, 24 തിരുവനന്തപുരം. എന്തായാലും പ്രിയപ്പെട്ടവരെ, നല്ലൊരു തുടക്കമാണ്. പെരിങ്ങമല ഇക്ബാൽ കോളേജിലെ വിദ്യാർത്ഥികൾ വനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയോടെ നടത്തിയ യാത്ര എന്തായാലും നന്നായി. കാടിൻ്റെ വന്യത അറിയാനും കാടിൻ്റെ നിഷ്കളങ്കത ബോധ്യപ്പെടാനും ഒക്കെ തന്നെ കാട്ടിലേക്ക് ഇടയ്ക്കിടെ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർക്ക് കാട്ടിലേക്ക് കയറിയാൽ കാടെന്താണ്, ഈ ആരണ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ പെരിങ്ങമല ഇക്ബാൽ കോളേജിൽ തുടങ്ങിയ ഈ യാത്ര അവസാനിപ്പിക്കാതിരിക്കട്ടെ. വനംവകുപ്പ് കൂടുതൽ ശ്രദ്ധിക്കട്ടെ. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും ഈ കാര്യം ശ്രദ്ധിക്കട്ടെ. വനം എന്താണെന്ന് നമ്മുടെ ആളുകൾ ബോധ്യപ്പെടണം. വനത്തെക്കുറിച്ച് അറിയാം.